ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾഫുൾ സ്റ്റോറീസ്. നല്ല സോൾ ടച്ചിങ് ആയിട്ടുള്ള കൊറിയൻ ചൈനീസ് ഡ്രാമയുടെ മലയാളം എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മാരി മൈ ഹസ്ബൻഡിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ നടന്നെന്ന് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ പാർക്ക് മീൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അഴിക്കുമ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ അകറി പൊളിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ അവൻ എന്ത് ചെയ്യും, അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വരും. ടും 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 ടും. അവളാണെങ്കിൽ അവനിങ്ങനെ തട്ടി തട്ടി മാറ്റുന്നുണ്ട്. ടൈമിൽ അവളുടെ കോളിംഗ് ബെല്ലടിക്കും. ഇവളാണെങ്കിലോ കിട്ടിയ ചാൻസ് എന്ന് ചോദിച്ചിട്ട് ഓടിപ്പോയി ഇവനെ തട്ടി മാറ്റിയിട്ട്. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ എന്ത് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തത് കൊണ്ടുവരാനൊരു ഫുഡ് ഡെലിവറി ബോയ്. അപ്പോൾ അയാൾ ചോദിക്കും, നിങ്ങളിത് ഓർഡർ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല എന്ന് പറയും. ബോയ് ഫ്രണ്ട് പറയും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല, ഇയാളൊന്ന് വേഗം പോകാൻ പറയും. അവനാണെങ്കിലോ ഈ ഒരു മൂഡ് കളഞ്ഞ എൻ്റെ ദേഷ്യത്തിലാണ്. പക്ഷെ നമ്മുടെ ഡെലിവറി ബോയ് ആണെങ്കിൽ വിടുന്നില്ല. അയാൾ പറയും ഇല്ല മാഡം, ഇവിടെ നിന്ന് തന്നെയാണ് ഓർഡർ വന്നത്, ഞാൻ അഡ്രസ്സ് ഒന്ന് നോക്കട്ടെ, ഒന്നും കൂടി ഒന്ന് റീച്ചൊക്കെ ചെയ്തിട്ട്. അയാളിങ്ങനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു കോൺവെർസേഷൻ നടക്കുന്ന ഇടയിൽ എന്ത് ചെയ്യും, ഈ ബോയ് ഫ്രണ്ട് ഇവളുടെ പാക്ക് മീൻ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഇവൾ എന്ത് ചെയ്യും, പാക്ക് മീൻ ഇങ്ങനെ അടച്ച് പുറത്താക്കിയിട്ട് വാലടയ്ക്കും. അപ്പം ഇവനിങ്ങനെ തട്ടിയിട്ട് തുറക്ക് ഞാൻ ഡെലിവറി മാൻ അല്ല, നീ ഒന്ന് തുറക്കാൻ പറയും. അപ്പോൾ അവള് പറയും നീ ഇങ്ങനെ കാണിച്ചത് കണ്ടിട്ട് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു, നീ എന്താ നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വിചാരിച്ചിരിക്കണേ. അപ്പോൾ നിനക്കെന്താ വട്ടായ പെണ്ണെ, നീ ഇങ്ങനെ ഒന്നല്ല, നീ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യണേന്ന് ചോദിക്കും. അങ്ങനെ ഇവള് പറയും എനിക്ക് കുറച്ചും കൂടി സമയം വേണം, നീ ഇവിടുന്ന് പോകാൻ പറയും. അപ്പോൾ ഇവന് ദേഷ്യം വന്നിട്ട് ഇവൻ പറയും ഞാൻ പോവാണെന്ന് പറഞ്ഞ് തിരിച്ച് മെസ്സേജ് അയക്കും. അവൾ എന്ത് ചെയ്യും, ഇവൻ പോയിന്ന് കുറച്ചിങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ വാതിൽ തുറന്നിട്ട് അവൻ്റെ ചെരുപ്പ് ഇട്ട് കൊടുക്കും. അപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് പറയും എനിക്കറിയാം നീ കേൾക്കുന്നുണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് നിൻ്റെ ശരീരത്തിനല്ല ഇഷ്ടം, എനിക്ക് നിൻ്റെ മനസ്സിനെയാണ്, നീ വെറും എല്ലുന്തോലാണ്, ഒന്നും കാണാനൊന്നുമില്ല, പക്ഷെ എനിക്ക് നിൻ്റെ ഹൃദയം, നിൻ്റെ സ്വഭാവത്തിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് വലിയ ഡയലോഗൊക്കെ അടിക്കും. എന്നിട്ടൊരു സോറിയും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പോവും. അവനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്, കടിച്ചമർത്തിക്കൊണ്ടാണ് അവനിങ്ങനെ സ്വീറ്റായിട്ട് സംസാരിച്ചത്. അങ്ങനെ നമ്മുടെ പാർക്ക്മാൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴാണ് കാണിക്കുന്നത് ഈ ഡെലിവറി ബോയുടെ പിന്നിലുള്ള ആരാണ് സൂത്രധാരൻ, നമ്മുടെ യുജിയുടെ ഫ്രണ്ടിനെ വിട്ടിട്ടാണ് ഈ ഒരു ഡെലിവറി ഡ്രാമ നടത്തിയത്. അപ്പം ആക്ച്വലി അവൻ്റെ ഓഫീസിൽ വെച്ചിട്ട് ഇവളെ ഡ്രോപ്പ് ചെയ്യാൻ നിർബന്ധിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇവൻ എന്തൊക്കെയോ അറിയാം, എന്തൊക്കെയോ ഒരു കണക്ഷൻസ് ഉണ്ട്. അതാണ് ഈ ഡ്രാമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത സീനിൽ നമ്മുടെ ഷെഫിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഷെഫിൻ്റെ ആ ഒരു വലിയൊരു മുതലാളിയോ ഫ്രണ്ടോ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സൺഡേ എന്താ പ്ലാൻ എന്ന് പറയുമ്പോൾ അവൻ പറയും ഒരു റിയൂണിയൻ ഉണ്ട് എൻ്റെ സ്കൂളിൻ്റെ, ഒരു മനുഷ്യൻ എന്നോട് വന്നിട്ട് ആ റിയൂണിയന് പോകാൻ പറയും. ഫ്രണ്ട് പറയും അപ്പോൾ എന്തൊക്കെയോ ഉണ്ടല്ലോ, എന്നുവെച്ചാൽ നീ വെറുതെ പോകാൻ നിൽക്കണ്ട, നിനക്ക് നിൻ്റെ ലവറിന് ഫസ്റ്റ് ലവിനെ കാണണമെങ്കിൽ നീ പൊക്കോന്ന് പറയും. അപ്പോൾ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് ഈ ഫസ്റ്റ് ലവ് ആരാണ്, അതാണ് നമ്മുടെ ജീവു. അപ്പോൾ അതിലൊരു ഇൻസിഡൻ്റ് ആയിട്ട് കാണിക്കുന്ന അവനിങ്ങനെ അവളോട് ഇങ്ങനെ പറയണ് നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, ഇനി നീ എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോണതാണ്. അപ്പോൾ പിന്നെ പ്രസൻറ്റിൽ ആ ഫ്രണ്ട് പറയും നീ ആ ഒരു ട്രോമാറ്റിക് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പിന്നെ നീ ഒരാളെ ഡേറ്റും കൂടി ചെയ്തിട്ടില്ല, അപ്പോൾ നിനക്ക് നിൻ്റെ ഫസ്റ്റ് ലവിനെ കാണാൻ പോകണോ ശരിക്കും? അപ്പോൾ അവൻ പറയും ഞാൻ എന്താണെങ്കിലും ഇനി പോകണം നിൽക്കണില്ല എന്ന് പറയും. അടുത്ത സീനിൽ നമ്മുടെ ജീവൂണ് ഇങ്ങനെ അവളുടെ കയ്യിലുള്ള ഡ്രസ്സും അതൊക്കെ ഇങ്ങനെ നോക്കണം. അവളങ്ങനെ ഒട്ടും നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ടൈപ്പൊന്നുമല്ല, സാധാരണ പോലെ അതിന് വലിയ കോൺഷ്യസ് ഒന്നുമല്ല ഡ്രസ്സിങ്ങിലൊന്നും. പിന്നെ അവളുടെ കയ്യിലാണെങ്കിൽ ആകെ ഒരു ലിപ്സ്റ്റിക്കാണുള്ളത്, അതാണെങ്കിൽ അവൾക്ക് ഒട്ടും മാച്ചില്ലാത്ത ലിപ്സ്റ്റിക്ക്. പിന്നെ നമുക്ക് കാണാം നമ്മുടെ ജങ്സു ഉണ്ടല്ലോ, അവളൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത്. അവൾ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് അവളുടെ നമ്മുടെ ജീവോണ് മെസ്സേജ് അയക്കും നല്ല സുന്ദരിയായിട്ട് വായോ, ഇന്നാണ് നമ്മുടെ ഡേറ്റ്, അതുകൊണ്ട് നീ നല്ല സുന്ദരിയായിട്ട് വാ. എന്നിട്ട് അവൾ തന്നെ പറയുന്നുണ്ട് ഒരു രാത്രി കൊണ്ട് അവൾ ഇപ്പം എത്രത്തോളം സുന്ദരിയാവുമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ കയറിപ്പോവും. അങ്ങനെ അവൾ അവിടെ ചെല്ലുമ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവളൊക്കെ ഭയങ്കരമായിട്ട് വരവേൽക്കുന്നിട്ട് ഇങ്ങനെ പറയും നീ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവളങ്ങോട്ട് മാനോളങ്ങോട്ട് പൊങ്ങിപ്പോയിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൾ പറയും ജീവനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കും അവൾ ഇപ്പോഴും വരുന്നുണ്ട്, നീ ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവൾ പറയും അവൾ എൻ്റെ അതർ ഹാഫ് അല്ലേ, പകുതി ജീവനല്ലേ, അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ സ്നേഹത്തോടെ സംസാരിക്കണേ, അവളിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി കൂടെ കടന്നു പോകാമെന്ന് പറയും. അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കും അതെന്ത് ബുദ്ധിമുട്ടാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും നിങ്ങൾക്കറിയാലോ ഞാൻ അവൾക്ക് റെഫറൻസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ അവൾ UNK അവളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇപ്പോൾ അവൾ ഭയങ്കര ട്രെയിനിയാണ്, അവൾ ഇതുവരെ പെർമനൻ്റ് ആയിട്ടില്ല. പിന്നെ പാക്ക്മിൻ ഉണ്ടല്ലോ അവനോട് അവൾക്ക് ക്രഷാണെന്ന്. ഫ്രണ്ട് ചോദിക്കും പാക്ക്മിൻ എന്ന് പറയുന്നത് നിൻ്റെ ആളല്ലേ, അവൾക്ക് അവനോട് ക്രഷാണെന്ന് ചോദിക്കും. അപ്പോൾ ഇവൾ അതേന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവൂണാണ് ഇവളെ റെഫർ ചെയ്തിട്ട് ജീവൂണിൻ്റെ കമ്പനിയിൽ കയറ്റണത്. ഇവളാണെങ്കിലും നേരെ തിരിച്ച് എല്ലാ സ്റ്റോറിയും പറയാണ്. ഈ പെണ്ണെന്ത് കള്ളിയാണല്ലേ, ശരിക്കും വളരെ മോശം സ്വഭാവം.
അപ്പോൾ നമ്മുടെ ജങ്സുവിന് ഒരു കോൾ വരും നമ്മുടെ ജീവോൻ്റെ. അപ്പോൾ ജങ്സു പറഞ്ഞിട്ട് നീ എവിടെയാണ്, നിനക്ക് വഴി തെറ്റിങ്ങി പറയും, ഞാൻ നിന്നെ വന്ന് പിക്ക് ചെയ്യാന്നൊക്കെ പറയും. അപ്പോഴാണ് മക്കളെ നമ്മുടെ ജീവോൻ്റെ എൻട്രി. അവൾ നല്ല ഹൈ ഹീൽസൊക്കെ ഇട്ടിട്ട് അവളിങ്ങനെ ബാക്കിൽ വന്നിട്ട് പറയും ഞാൻ നിൻ്റെ ബാക്കിലുണ്ടെന്ന് പറയും. അത് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ക്ലാസ്മേറ്റ്സൊക്കെ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുന്നുണ്ട്. കാരണം എന്താണ്, നമ്മുടെ ജീവനുണ്ടല്ലോ നല്ല അടിപൊളി ലുക്കിൽ ഹെയറൊക്കെ ക്രോപ്പ് ചെയ്ത് നല്ല സൂപ്പർ ഡ്രസ്സൊക്കെ ഇട്ട് ഹൈ ഹീൽസൊക്കെ ഇട്ടിട്ട് നല്ല അടാറ് ലുക്കിൽ വന്ന് നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ജങ്സൂനുണ്ടല്ലോ, അവളുടെ മുഖത്തൊരു ഭാവം അങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജങ്സു എത്രത്തോളം മോശമാണെന്നുള്ള കാര്യം. ഇപ്പോഴാണ് ഇനി ഇതിൻ്റെ പാസ്റ്റായിട്ട് കാണിക്കുന്നത്, എങ്ങനെയാണ് ഇവൾ ഈ ലുക്കിലേക്ക് വന്നതെന്ന്. അപ്പോൾ ഇവള് വീട്ടിലിരുന്നിട്ട് ഇവള് ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ ഒരു നല്ല ഡ്രസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവളിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇനി ഒരു രാത്രി കൊണ്ടൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും ആവാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് നമ്മുടെ സുന്ദരി പെണ്ണിൻ്റെ മെസ്സേജ് വരുന്നത്. അപ്പോൾ സുന്ദരി പെണ്ണ് പറയും സൺഡേ അല്ലേ നിനക്ക് പ്ലാൻ ഉള്ളത്, നമുക്ക് നാളെ ഹാങ് ഔട്ട് ചെയ്യാമെന്ന് പറയും. അങ്ങനെ അവൾ എന്താ പറയുക, ഈ ഷോപ്പിക്ക് ഒത്തൻറ്റിക് എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടല്ലോ, ബ്രാൻഡഡ് ഷോപ്പ്, അതിലേക്ക് പോകുമ്പോഴാണ് ഈ ഇയറിങ്സ് കാണുന്നത്. അപ്പോൾ ഇവളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഇയറിങ് വെച്ച് നോക്കുമ്പോൾ എന്ത് ഡിഫറൻസ് ആണെന്നറിയാം. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ സാധാ 5 രൂപ വരെ ആ ഒരു ക്വാളിറ്റി മാത്രമേ ഉള്ളൂ ആ ഇയറിങ്ങിന്. ഇവൾ ആലോചിക്കുന്നുണ്ട് ഞാൻ എന്ത് മന്ദബുദ്ധിയായിരുന്നു എന്ന്. അപ്പോൾ ഇവളിങ്ങനെ പാസ്റ്റ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇവളെപ്പോഴും നമ്മുടെ ജങ്സു ഇവൾക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുകൊടുക്കും, പക്ഷെ അതൊക്കെ ലോ ക്വാളിറ്റിയും പൊട്ട സാധനങ്ങളും ആയിരിക്കും. അപ്പോൾ ഈ പാസ്റ്റിൽ ഇവളെന്താ പറയുക, ഇവർ രണ്ടുപേരും ഇങ്ങനെ പാർക്കിലിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പാക്മിനെ. അപ്പോൾ എന്തുണ്ടാവും, അപ്പോൾ ജങ്സു ചോദിക്കും നീ എൻ്റെ ഫേവറേറ്റ് ക്യാൻഡി കൊണ്ടുവന്നോന്ന് ചോദിക്കും ജീവനോട്. അപ്പോൾ ജീവൻ പറയും ഇല്ല ഞാൻ മറന്നുപോയെന്ന് പറയും. അപ്പോൾ ഇവൾ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ പാക്മിൻ വന്നിട്ട് പറയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തന്നെ ഇവൾക്ക് കൊടുക്കും. ഇവർ 3 പേരും ഇങ്ങനെ നടന്നു പോകുമായിരിക്കും. പക്ഷേ എന്തുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ പാക്മിനും ജങ്സും ഇങ്ങനെ നടന്നു പോകും. പാവം ജീവൻ അവിടെ ഉള്ള എല്ലാ ലഗേജും സാധനങ്ങളൊക്കെ എടുത്ത് കഴുത്തിക്കൂടെ ഒക്കെ എടുത്ത് ഇവരുടെ പിന്നാലെ പോവാണ്. ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റോ ഒന്നും ഇവർ കൊടുക്കുന്നില്ല അവൾക്ക്. നമ്മുടെ ജീവനുണ്ടല്ലോ ശരിക്കും ഒരു പൊട്ടി പെണ്ണായിരുന്നു പണ്ട്. അപ്പോൾ പ്രസൻറ്റിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരി പെണ്ണും ഇവളും കൂടിയിട്ട് പെട്ടെന്ന് കൂട്ടിമുട്ടും. അങ്ങനെ ഇവള് ഇടിച്ച് ഇങ്ങനെ ആ സന്തോഷത്തിൽ വന്ന് ഇങ്ങനെ ഇവളെ പിടിക്കുമ്പോൾ ഇവളുടെ കയ്യിൽ നിന്ന് ആ കമ്മൽ നിലത്ത് വീഴും. അപ്പോൾ ഇവള് പറയും ഒതൻറ്റിക്കിൻ്റെ, പക്ഷേ ഇത് പൊട്ട ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജീവൻ പറയും ജങ്സു എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോഴുണ്ട് നമ്മുടെ സുന്ദരിപ്പെട്ട് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, വേണമെങ്കിൽ കണ്ടോന്ന്. അവിടെ തമാശക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ. അപ്പോൾ ഇവള് പറയും ഒറിജിനൽ എന്ത് നല്ലപോലെയാണ് ഷൈൻ ചെയ്യണേന്നൊക്കെ പറയും. പിന്നെ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും, അവിടെ ഒരു സാധാരണ റെസ്റ്റോറൻറ്റ് ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ കയറും. അപ്പോൾ അവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലും കോമൺ ആയിട്ട് സോജു കൊടുക്കും, ഒരു ആൽക്കഹോളിക് ഡ്രിങ്കാണ് അവിടുത്തെ. അപ്പോൾ നമ്മുടെ സുന്ദരി പെണ്ണ് ചോദിക്കും നീ ഡ്രിങ്കിങ് ഒഴിവാക്കിയെന്ന് നാളെ എന്നോട് പറഞ്ഞല്ലോ, എന്തോ ഒരു പാസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. അപ്പോഴാണ് നമ്മുടെ ജീവൻ ഓർമ്മ എന്തോ ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ട്, അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ജീവൻ ഇങ്ങനെ മനസ്സ് വിചാരിക്കും ഞാനത് കംപ്ലീറ്റ്ലി മറന്നല്ലോ എന്നിങ്ങനെ മനസ്സ് വെച്ചിട്ട്, പക്ഷേ ഇവളോട് പറയും ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു, പാക്മിനായിട്ട് മീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തെന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുന്ദരി പെണ്ണുക്ക് നാളെയല്ല എൻ്റെ റിയൂണിയൻ ചോദിക്കുമ്പോൾ ഇവള് പറയും ഞാൻ ചിലപ്പോഴേ പോവുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവള് പറയും ഞാൻ അത്ര വലിയ പോപ്പുലറൊന്നും ആയിരുന്നില്ല, പിന്നെ എല്ലാവരും എന്നെ ബുള്ളി ചെയ്യായിരുന്നു, പെട്ടെന്ന് എല്ലാവരും എന്നെ ചീത്ത പറയായിരുന്നു, ഹരാസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇവള് ചോദിക്കും അതെന്താ കാരണം എന്ന് ചോദിക്കും. അപ്പോൾ ഇവള് പറയും അറിയില്ല, പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരും എന്നെ വെറുക്കാൻ തുടങ്ങി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി, അപ്പോൾ അവർ വീണ്ടും എന്നെ വെറുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സുന്ദരി പെണ്ണ് ചോദിക്കും നീ അപ്പോൾ കാരണം ചോദിച്ചില്ലേന്ന് ചോദിക്കും. അപ്പോൾ അവള് പറഞ്ഞു ഞാനെങ്ങനെയാണ് കാരണം ചോദിക്കുക, ഇവർ പറഞ്ഞു ഞാനാണെങ്കിൽ ചോദിച്ചാനേ, കാരണം അല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ ലൈഫ് ലോങ് അതൊരു റിഗ്രറ്റായിട്ടൊരു കുറ്റബോധമായിട്ട് മനസ്സിൽ കിടക്കും, ഞാനാണെങ്കിൽ ചോദിച്ചാനെന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മുടെ സുന്ദരി പെണ്ണ് നോക്കി നമുക്ക് സുന്ദരിയായിട്ട് പോകേണ്ടതെന്ന് നോക്കിയപ്പോൾ ഇവള് പറയും ഒരു ഓവർനൈറ്റ് കൊണ്ട് ഒരു രാത്രി കൊണ്ടൊക്കെ ഞാൻ എങ്ങനെയാണ് സുന്ദരിയാവും. അപ്പോൾ നമ്മുടെ സുന്ദരി പെണ്ണ് പറയും ഞാനില്ലേ നമുക്ക് എന്താണെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറയും. എന്നിട്ട് പറയും നീ ചെയ്തു തന്ന ഉപകാരത്തിന് എനിക്ക് ഇപ്പോഴാണ് ഒരു തിരിച്ച് ചെയ്യാനുള്ള ഒരു പ്രത്യുപകാരം ചെയ്യാനുള്ള സമയം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൈ ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ഇവളിങ്ങനെ കൈ പിടിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് സലൂണാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ സുന്ദരിപ്പെണ്ണ് ഇങ്ങനെ പറയും വേവി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവൻ പറയും എനിക്ക് ഭയങ്കര കംപ്ലീറ്റ് ആയിട്ടൊരു ട്രാൻസ്ഫോർമേഷനാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും അവളുടെ ഹെയർ ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട് കട്ട് ചെയ്യും. കഴിഞ്ഞിട്ടൊരു കംപ്ലീറ്റ് മേക്ക് ഓവർ കഴിഞ്ഞിട്ടൊരു വരവുണ്ട് മക്കളെ, കിടു ലുക്കായിരുന്നു നമ്മുടെ ജീവന്. പിന്നെ അടുത്ത സീനിൽ നമ്മുടെ ബോയ് ഫ്രണ്ടും അവൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് എന്തോ ഒരു ക്യാമ്പിങ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ചോദിക്കും നീ നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കണില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാനൊന്നും വിളിക്കില്ല എന്ന് പറയും. എന്നിട്ട് ഫോൺ നോക്കുമ്പോൾ ഒരു 19 കോൾ അവളെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അടുത്ത് 2 പെണ്ണുങ്ങൾ ഇങ്ങനെ ക്യാമ്പിങ് ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ ബോയ് ഫ്രണ്ട് പിന്നെ ഒരു കോഴിയാണല്ലോ, അവന് ഓടിപ്പോയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് നൈസായിട്ട് ട്യൂൺ ചെയ്യുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുന്ദരിപ്പെണ്ണും ജീവനും ഒരുമിച്ചൊരു വീട്ടിലാണ് അന്ന് താമസിക്കുന്നത്. അപ്പോൾ അവൾക്കൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് അവളെടുത്ത് നോക്കുമ്പോൾ അവളുടെ മാനേജറാണ്. അപ്പോൾ മാനേജർ പറയും നമുക്ക് ഈ പ്രൊജക്റ്റ് നീ സബ്മിറ്റ് ചെയ്ത് പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാം, നമ്മുടെ ജങ്സും ടീമിലുണ്ടാവും എന്ന് പറയും.
അപ്പോൾ ഇവൾക്ക് കൺഫ്യൂഷനാവും ഇയാൾ വായിച്ചോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജങ്സു ഓൾറെഡി സോപ്പ് ഇട്ടിട്ട് ഇയാളെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയതാണ്. എനിക്ക് നമ്മുടെ ജങ്സു നമ്മുടെ ജീവനെ കോൾ ചെയ്യും. എന്നിട്ട് ഇപ്പോൾ പറയും നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാനും നമ്മുടെ സുന്ദരി പെണ്ണും കൂടിയിട്ട് വീട്ടിലാണ്, ഞങ്ങൾ നല്ല ഉറങ്ങിപ്പോയി ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവൾക്ക് അങ്ങനെ അസൂയ വരുന്നുണ്ട്. അവൾ പറയുന്നത് നിനക്ക് എന്നെയും കൂടി വിളിക്കാനില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല എന്ന് പറയും. എന്നിട്ട് പറയും എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവൾ പറയും എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ എൻ്റെ പ്രപ്പോസൽ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് ഞാനത് സബ്മിറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഇവൾ പറയും അതെങ്ങനെയാണ് പറ്റുക, അത് എൻ്റെ പ്രപ്പോസലല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും അത് റിജക്റ്റ് ആയതല്ലേ, ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ, എനിക്ക് ഫുൾ ടൈം എംപ്ലോയി ആവാനെന്ന് പറയും. അപ്പോൾ ഇവൾ പറയും അതെന്തായാലും പറ്റില്ല, ഞാൻ എൻ്റെ ഒരു നെക്സ്റ്റ് ഗുഡ് ഐഡിയ ഉണ്ടെങ്കിൽ അത് നിന്നോട് പറയാമെന്ന് പറയും. എന്നിട്ട് ഇവൾ പറയും അതാണ് ഡയലോഗ്. എന്നിട്ട് പറയും ഇനി നീ എൻ്റെ പേര് വിളിച്ചിട്ട് ഓഫീസിൽ സംസാരിക്കരുത്, കാരണം ഞാൻ എന്നേനും ഒരുപാട് സീനിയറാണ്, അതുമാത്രമല്ല നീ എന്നോട് ഇങ്ങനെ ഓർഡറിങ് ആണ് അവിടെ ഇരുന്നിട്ട് കോഫി ഉണ്ടാക്കുക ഇതുണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇനി നടക്കില്ല നമ്മളിങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറയും. ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ജങ്സൂനങ്ങോട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ അങ്ങനെ ബ്ലിങ്കായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയും ഓ നിനക്ക് ഇത്രയ്ക്കും ധൈര്യം ഉണ്ടോ എന്നോട് ഇങ്ങനെ പെരുമാറാൻ, ഉടനെ തന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവളൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിപ്പോണ്ട്. അപ്പോൾ അവിടെ ആരാണ് ഇരിക്കുന്നത്, നമ്മുടെ മാനേജർ. എന്നിട്ട് അയാൾ ഭയങ്കര സോപ്പിടുന്നുണ്ട്, ഇയാൾ ഭയങ്കര വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്, അങ്ങനെയാണ്, ഞാൻ 31 വയസ്സായി, ഇനി ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ അയാൾ വീണ്ടും സ്വപ്നം കാണാണ് കുട്ടീനൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യും, ഇവള് ആ സബ് പ്രപ്പോസൽ ഉണ്ടല്ലോ അതിൽ ഇയാൾ സൈൻ ചെയ്യിപ്പിച്ച് ഇവള് വാങ്ങും. അടുത്ത സീൻ നമ്മൾ ആദ്യം കണ്ടില്ലേ, നമ്മളെ ജീവൂൺ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ കയറി വരുന്ന നല്ല അടിപൊളി ലുക്കിൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെക്കന്മാരൊക്കെ ഇങ്ങനെ വായി നോക്കിയിട്ട് ഇങ്ങനെ സീറ്റൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കൂ. എന്നിട്ട് പറയും നിങ്ങളെങ്ങനെ ഇത്ര സുന്ദരിയായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവളിങ്ങനെ പൊക്കി വിടുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ പൊക്കണ കേൾക്കുമ്പോൾ ബാക്കിയുള്ള ക്ലാസ്മേറ്റ്സ് നമ്മുടെ റൗഡി ഗേൾസൊക്കെ ഉണ്ടല്ലോ അവൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവൾ പറയും ഓ നീ ഇപ്പോഴും അവളുടെ കോപ്പി ചെയ്തിട്ടല്ലേ, അവളുടെ ഇയറിങ്സ് വരെ കോപ്പി ചെയ്തെന്ന് പറയുമ്പോൾ ഒരു ചെക്കൻ നോക്കിയിട്ട് പറയും ഇത് നല്ല വല്ല പിടിപ്പുള്ള നല്ല അടിപൊളി ഇയറിംഗ് ആണ്, ജുങ്സുൻ്റെയിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ രാവിലെ നടന്ന സംഭവം ആയിരിക്കും. ഇവളിങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കായിരിക്കും നമ്മുടെ സുന്ദരി കുട്ടി. എന്നിട്ട് ഈ ഇയറിംഗ് ഉണ്ടല്ലോ നമ്മുടെ ജുങ്സ് കൊടുത്ത ഇയറിംഗ്, അപ്പോൾ അവൾ പറയും ഈ ഇയറിംഗ് നിനക്ക് തന്നത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, നിന്നെ നാണം കെടുത്താൻ വേണ്ടി മാത്രമാണ്, കാരണം ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്, അത്രയ്ക്ക് മോശം ക്വാളിറ്റിയാണ് ഈ ഒരു ഇയറിംഗ്. പിന്നെ ഇവിടെ പ്രസൻറ്റിൽ നമ്മുടെ ജീവൻ എന്ത് ചെയ്യും, ഞാൻ വാഷ്റൂമിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവൾ എന്ത് ചെയ്യും, ഇവൾക്ക് ഫ്യൂച്ചർ അറിയാമല്ലോ, അപ്പോൾ അവൾ ഫ്യൂച്ചറിൽ ഉണ്ടായിരുന്ന ആ എക്സാക്ട് വാഷ്റൂമിൽ പോയിട്ട് അവൾ ഇരിക്കും. എക്സാക്ട്ലി ഫ്യൂച്ചറിൽ നടന്ന പോലെ തന്നെ ആ റൗഡി ഗേൾസ് വന്നിട്ട് ആ ബാത്റൂമിൻ്റെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇവളെ പറ്റി ഇങ്ങനെ കുറേ കുറ്റങ്ങളൊക്കെ പറയും. ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ബാത്റൂമിൽ നിന്ന് ഒളിച്ചിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇവൾ ഒളിച്ചിരിക്കുകയെന്ന്. അങ്ങനെ ഇവർ ഓരോ ബാത്റൂമും തള്ളി തുറന്ന് ഇവളങ്ങനെ പുറത്തിട്ടിട്ട് വീണ്ടും അവളെ ഉപദ്രവിക്കാനോ ഹരാസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇവൾക്ക് അറിയണോണ്ട് നമ്മുടെ ജീവൻ എന്ത് ചെയ്യും, ഇവർ തള്ളി തുറക്കുമ്പോഴേക്കും ഇവൾ കാലുകൊണ്ട് ഒറ്റ തുറക്കൽ വാതിൽ. അതൊരു അടാറ് സീനായിരുന്നു. അപ്പോൾ ഈ റൗഡി പെണ്ണുങ്ങൾ പറയും ഓ അപ്പം നീ ഇവിടെ ഒളിച്ചിരിക്കായിരുന്നല്ലേ എന്നറിയും. അപ്പം നമ്മുടെ ജീവൻ പറയും ഞാനിവിടെ ബാത്റൂമിൽ ആദ്യം വന്നത്, ഞാനെന്താ നിന്നെ വന്നിട്ട് ഗ്രീറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. എന്നിട്ട് നമ്മുടെ ജീവൻ പറയും ഇനി പറ ഞാൻ ഹൈസ്കൂളിൽ ജങ്സുവിനെ എന്താണ് ചെയ്തതെന്ന് ചോദിക്കും ഇവരോട്. അപ്പോൾ ഇവർ പറയും നീ അവളുടെ എല്ലാം കോപ്പി ചെയ്യായിരുന്നു, നീ ഇപ്പോൾ ഈ ഇയറിംഗ് മൂലം അവളുടെ കോപ്പി ചെയ്തിട്ടല്ലേ നീ വന്നത്. അപ്പം നമ്മുടെ ജീവൻ പറയും ഈ ഇയറിംഗ് നിങ്ങളുടെ ജുങ്സു എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ്, എന്നിട്ട് ആ ഗിഫ്റ്റ് തന്നതും ആ ഒരു ചിട്ടുണ്ടല്ലോ അതും അവൾക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഇത് ഫേക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഒറിജിനൽ വരണം വാങ്ങിയിട്ടു. എന്നിട്ട് അവളിക്കും ഇനി പറ അടുത്തത് എന്താണ് ഞാൻ അവളുടെ കോപ്പി ചെയ്തത്. ഈ പെമ്പിള്ളേർ പറയും പാക്മീൻ അവളുടെ ബോയ് ഫ്രണ്ട്, നീ അവളുടെ ഇഷ്ടമാണ്, ആ ചെക്കനെ നിനക്ക് ഇഷ്ടമാണെന്നൊക്കെ ഞങ്ങൾ കേട്ടല്ലോ. എന്നിട്ട് പറയും സ്കൂളിൽ വെച്ചിട്ട് അതാണല്ലോ ഉണ്ടായത്, അവളുടെ ബോയ് ഫ്രണ്ട് ആ യുൻഹു ആ ഒരു സുന്ദരൻ ചെക്കനുണ്ടല്ലോ അവനും നമ്മളും ഇഷ്ടത്തിലായിട്ട് നീ അവളോട് പറഞ്ഞു അവനായിട്ട് ബ്രേക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നീ അവൻ്റെ പിരിച്ചു, പിന്നെ അവൾ നിന്നെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് നിനക്ക് ജോലി കിട്ടിയത്. അപ്പോൾ ഇവൾ പറഞ്ഞു ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ കാര്യങ്ങൾ സത്യാവസ്ഥ തെളിയിക്കുന്നറിയും. എന്നിട്ട് ഇവൾ എന്ത് ചെയ്യും, ഇവളുടെ വിസിറ്റിംഗ് കാർഡ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഞാൻ ഇവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജറാണ്, ഞാൻ 7 കൊല്ലം മുന്നേ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തതാണ്, ഞാനാണ് ഇവളെ റെക്കമെൻഡ് ചെയ്തത്, സുമിൻ എത്ര കൊല്ലം ആ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കാൻ പറയും. പിന്നെ അവൾ പറയും ഏറ്റവും അത്ഭുതമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്മീൻ എൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും അവനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ലൗഡ് സ്പീക്കറിലിടും. എന്നിട്ട് പറയും എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ നിൽക്കേണ്ടതെന്ന് നിന്നോട് സംസാരിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ പാക്മീൻ പറയും അയ്യോ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കണേ, അവൾക്കൊരു ഉപദ്രവവും ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഞങ്ങൾ അവളെ നോക്കണേ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കും. പിന്നെ ആ ചെക്കനെ പറ്റിയിട്ട് ആ ചെക്കനും ഇവളും ഡേറ്റിംഗ് ആണെന്നും കൂടി എനിക്കറിയില്ലായിരുന്നു പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ഫ്രണ്ട്സിന് എന്താ പറയേണ്ടത് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത് ഇങ്ങനെ പ്ലക്ക് എന്ന് പറഞ്ഞിരിക്കുവേ. എന്നിട്ട് ഇവൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവൻ വന്നിട്ട് ഇവൾ പോകാൻ നിൽക്കും. അപ്പോൾ നമ്മുടെ ജങ്സ് പറയും നീ എവിടേക്കാണ് പോകുന്നത് ചോദിക്കുമ്പോഴേക്കും ഈ റൗഡി ഗേൾസ് വീണ്ടും വന്നിട്ട് പറയും എല്ലാം ഞങ്ങൾ സമ്മതിച്ചു, പക്ഷേ നീ എന്തിനാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ ഉപേക്ഷിക്കാൻ പറയുന്നത് ചോദിക്കും. അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ പാസ്റ്റ് സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് പറയും എല്ലാവരും പറയുന്നത് ശരിയാണ്, എനിക്ക് ആ ചെക്കനോട് ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ജങ്സു ആ ചെക്കനെ ഒരിക്കലും ഡേറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് ജങ്സിനോടൊക്കെ നീ ഡേറ്റ് ചെയ്തൊന്ന് ചോദിക്കും.
അപ്പോൾ ഇവള് ആലോചിച്ചിട്ട് പറയും, സോറി ജീവോൺ, ഞാൻ എന്താ പറയുക, നീ അവനെ ഡേറ്റ് ചെയ്യണമെങ്കിൽ പറയാൻ പറ്റിയില്ല, ഞാൻ ശരിക്കും അവനെ ഞങ്ങൾ തമ്മിൽ ഡേറ്റിംഗ് ആണെന്ന്. എന്ത് കള്ളിയാണല്ലേ. അപ്പോൾ അവൾ ചോദിക്കും, അല്ല നീ തന്നെ പറയുന്നുണ്ട് അവൻ നിന്നോട് ഡംപ് ചെയ്യാൻ പറഞ്ഞു, നിന്നോട് ബ്രേക്കപ്പ് ചെയ്യാൻ പറഞ്ഞത്. എനിക്കറിയില്ലെങ്കിൽ, നീ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അത് പറയും നിൻ്റെ അടുത്ത്. അങ്ങനെ വിളുന്നത് നല്ലപോലെ നമ്മുടെ ജോങ്സിനോട് ഇങ്ങനെ റേസ് ചെയ്ത്, നീ സത്യം പറ, എനിക്ക് ഈ സംഭവത്തിനെ പറ്റി അറിയായിരുന്നു ഇല്ലയോ എന്ന്. അപ്പോൾ ഇവളിങ്ങനെ ഭയങ്കര ചൂടാകുമ്പോൾ ഈ റൗഡി ഗേൾസ് നമ്മുടെ ജംഗ്ഷനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് പറയും, നീ ഇങ്ങനെ തിരിച്ച് പറയുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ പറയും, 3 കൊല്ലം നിങ്ങൾ എന്താ പറയുക എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്, അന്ന് ഞാൻ നിങ്ങളോട് തിരിച്ച് ചോദിച്ചില്ല. അങ്ങനെ ഭയങ്കര അതിരൂക്ഷമായ ആർഗ്യുമെൻ്റ് അവിടെ നടക്കുമ്പോൾ നമ്മുടെ ജീവൻ ദേഷ്യത്തിൽ പറയും, നീയാണ് ഈ റൗഡികളോട് പറയും, നീയാണ് എന്നോട് സോറി പറയേണ്ടത്. കാരണം ഈ സുമിൻ ജംഗ്സു പറയണ വാക്ക് കേട്ടിട്ട് 3 കൊല്ലമാണ് ഞങ്ങളെല്ലാവരും എന്നെ ടോർച്ചർ ചെയ്തത്. അപ്പോൾ നമ്മുടെ റൗഡികൾ ഇങ്ങനെ മുഖം രക്ഷിക്കാൻ വേണ്ടി പറയും, എന്തൊക്കെ പറഞ്ഞാലും നീ പറയുന്നത് എന്താ പറയുക, ഇവർ ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ ഒരുപാട് തെളിവുകളുണ്ട് ഇവർ ഡേറ്റ് ചെയ്തെന്ന്. അപ്പോഴാണ് മോനെ ഒരു ശരീരം ഇങ്ങനെ കേൾക്കുന്നത്. അതാണ് ട്വിസ്റ്റ്. നമ്മുടെ ചെക്കൻ ആരും വിചാരിച്ചില്ല ഇവൻ പാർട്ടിക്ക് വരുന്നത്. കാരണം ഇവൻ്റെ ഒരു കോണ്ടാക്റ്റും ഇവൻ ആരുമായിട്ടുണ്ടായിരുന്നില്ല ഈ ക്ലാസ്മേറ്റ്സ് ആയിട്ട്. അപ്പോൾ ഇവൻ ബാക്കിൽ വന്നിട്ട് പറയും, എനിക്കങ്ങനെ ഒരാളെ ഡേറ്റ് ചെയ്ത കാര്യം അറിയില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ചെക്കൻ ചെന്നിട്ട് അവളുടെ എടുത്തിട്ട് പറയും, ഒരുപാട് നാളായാലും ജീവൻ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചിക്കണ സീൻ. അടുത്ത സീനിൽ ഒരു റെസ്റ്റോറൻ്റാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ യൂജിയും അവൻ്റെ ഗ്രാൻഡ് ഫാദറും ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്താണ് കല്യാണം കഴിക്കാത്തത്, ഒരു സക്സസ്ഫുൾ മാൻ, ഒരു ഗ്രേറ്റ് പാർട്ട്ണറാണ് വേണ്ടത്. അങ്ങനെ കുറേ ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ അവൻ പറയും, കല്യാണം തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്, പക്ഷേ എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ എന്ത് ചെയ്യും, കുറേ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അതൊക്കെ ചോദിക്കുമ്പോൾ പറയും ഇതൊരു 1 സൈഡഡ് ലവ് ആണ്. എന്നിട്ട് പറയും, മുത്തശ്ശൻ പറഞ്ഞ പോലെ ഞാൻ പഠിക്കാൻ പോയി, ബിസിനസ് ഏറ്റെടുത്ത്, എല്ലാം മുത്തശ്ശൻ പറഞ്ഞ പോലെ ചെയ്തു, പക്ഷേ ഈ ഒരു കാര്യത്തിന് എൻ്റെ ഡിസിഷൻ മാനിക്കണം എന്ന് പറയും. അപ്പം മുത്തശ്ശൻ പറയും, നീ ഇതൊക്കെ ചെയ്തത് നിനക്കൊരു ഡ്രീം ഇല്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് പിന്നെ ഇവർ 2 കുഞ്ഞു പിണക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ കാറി പോകുമ്പോൾ മാനേജറോട് പറയുന്നുണ്ട്, ഇവൻ ഈ നോക്കണ പെണ്ണിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണമെന്ന് പറയും. എന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ കാറിൽ നിന്നിട്ട് പറയും, അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എന്താ പറയുക, ഇവനിങ്ങനെ അധികാരോടും സംസാരിക്കുക, ഇങ്ങനെ ഒന്നും എതിർത്ത് പറയുകയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇവൻ എന്താണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ പെരുമാറുന്നത്, ഇങ്ങനെ മുത്തശ്ശനോടൊക്കെ എതിർത്ത് പറയുന്നത്, അതാണ് എനിക്ക് പേടി, എനിക്കതാണ് കൂടുതൽ പേടിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അടുത്ത സീൻ കാണിക്കുകയാണ്. അവിടെ നമ്മുടെ യൂജി, അയ്യോ കുറേ പേരാകുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നത്. യൂജി ചെന്നിട്ട് നമ്മുടെ ചെക്കനുണ്ടല്ലോ ഷെഫിനോട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നീ ആ ഒരു റീയൂണിയന് പോകണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ ചോദിക്കും, ഞാൻ എന്താ അതിനകത്ത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നിങ്ങൾക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, ഞങ്ങൾ നമ്മുടെ എന്തൊക്കെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സ്കൂൾ ലൈഫിലുണ്ടായിരുന്നു, അത് ഈ ഒരു റീയൂണിയന് പോകുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ ഇവൻ ചോദിക്കും, അതെന്താണ് ഉപകാരം ചോദിക്കുമ്പോൾ അവൻ പറയും, നിനക്കല്ല, അത് ജീവന് ഉപകാരമായിരിക്കും എന്ന് പറയും. പിന്നെ അടുത്ത സീനിൽ നമ്മുടെ റെസ്റ്റോറൻ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷെഫ് നമ്മുടെ ജീവന് കൂടിയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്, നീ എവിടെയാണ് ഇത്രയും നാളും. അപ്പോൾ നമ്മുടെ ഒരു റൗഡി പെണ്ണ് ഇങ്ങനെ ഇടയിൽ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ പറയുന്നത് ഇവളായിട്ട് ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണോ? അപ്പോൾ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മുടെ ജീവൻ ചോദിക്കും, നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഷെഫ് പറയുന്നുണ്ട്, നിനക്കതെന്താണെന്ന് എന്നോട് പറയാതിരുന്നേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവന് ഭയങ്കര ഷോക്കായിപ്പോയി, കാരണം ഇവൾ തൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഓടിപ്പോവും. അങ്ങനെ പുറത്താണെങ്കിലോ നമ്മുടെ യൂജി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ആ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ജീവൻ ഇങ്ങനെ പുറത്തിറങ്ങി വരുന്നത് കാണാം. അവളാണെങ്കിൽ നല്ല അടിപൊളി ലുക്കിലുള്ളവൻ. അപ്പോൾ അവനിങ്ങനെ നല്ലപോലെ ഇങ്ങനെ വായി നോക്കിയിട്ട് പറയും, ഇവൾ ഈ ഡ്രസ്സിലാണോ റീയൂണിയന് പോയതെന്ന് ചോദിക്കും. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ ഷെഫ് ഇവൻ്റെ യൂജിയുടെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ യൂജി ഇത് കാറിലിരുന്ന് കാണുന്നുണ്ട്. നമ്മുടെ ഈ ചെക്കൻ ഷെഫ് എന്ത് ചെയ്യും, ഓടി ചെന്നിട്ട് പിന്നാലെ പോയിട്ട് അവളുടെ കൈ ഇങ്ങനെ പിടിക്കും. അപ്പോൾ അവൾ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത്. കൈ പിടിക്കുമ്പോൾ അവൻ പെട്ടെന്ന് സോറി പറഞ്ഞിട്ട് പറയും, എനിക്ക് എന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ ജീവൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമൊന്നും ആയിരുന്നില്ല, ഞാൻ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് അത് ജസ്റ്റ് അറിയാതെ പറഞ്ഞതാന്ന് പറയും. അപ്പോൾ അവനിങ്ങനെ ഓടിപ്പോയിട്ട് കൈ പിടിച്ചിട്ട് പറയും, എനിക്ക് നിന്നോട് ഒരുപാട് ക്രഷായിരുന്നു സ്കൂളിൽ വെക്കുമ്പോൾ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവനും ഷോക്കാവുന്നുണ്ട്. യൂജി ആണെങ്കിൽ ദൂരത്ത് നിന്ന് കാണുന്നുണ്ട്, യൂജിക്കും വിഷമാവുന്നുണ്ട്. അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ.